ഹായ്, ഇത് നമ്മളെ കോട്ടയത്തെ സൈറ്റ് കേട്ടോ. കോട്ടയത്തെ സൈറ്റ് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ വർക്കും ഇൻറ്റീരിയൽ വർക്കും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ ചടുപിടുന്നനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയച്ചേട്ടനും ലിവിൻ ചേട്ടനും ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഇൻറ്റീരിയൽ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന വെള്ളം, ഇത് നമ്മളെ പ്ലിന്ത് ബീമിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിയാടാക്കാൻ വേണ്ടിയിട്ടൊരു നിലം കോൺക്രീറ്റ് ചെയ്തിട്ടായിരുന്നതാണ്. അതിൽ ഒരു തുള്ളി ലീക്കില്ലാണ്ട് എല്ലാ മഴയത്തും നിറഞ്ഞൊഴുകുക കേട്ടോ. അത് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ വർക്ക് കഴിഞ്ഞാലേ ഇപ്പോൾ ഇവിടുത്തെ വെള്ളപ്രശ്നം തീരുക. പക്ഷെ ആദ്യം ഇതിൻ്റെ ഉള്ളത്തെ ഈ വർക്കുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്കവിടെ ടൈൽസ് പണിക്കാരെയും ബാക്കിയുള്ള പുട്ടിക്കാരെയൊക്കെ കയറ്റാനായിട്ട്. കാരണം റൂഫിങ് ചെയ്യാനായിട്ട് കുറച്ച് ടൈമും കൂടി എടുക്കും. അത് കാരണം കൊണ്ട് ഉള്ളത്തെ വർക്ക് കംപ്ലീറ്റ് പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ എത്ര വീഡിയോസിൽ കാണിച്ചു കഴിഞ്ഞാലും പിന്നെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ പ്ലംബിങ്ങിൻ്റെ പൈപ്പൊക്കെ ചുമര് ചെയ്യുമ്പോഴാണ് ഇടുന്നത്. എപ്പോഴും പറയണ പോലെ തന്നെ പ്ലംബിങ് ഒരിക്കലും ചുമര് ചെയ്യുമ്പോഴില്ല. ഇലക്ട്രിക്കൽ പൈപ്പുകൾ കംപ്ലീറ്റ് ആയുള്ള ചുമര് ചെയ്യുമ്പോൾ കേട്ടോ. കോട്ടയത്ത് നിന്ന് നേരെ പിന്നെ അടുത്തത് തിരുവനന്തപുരത്താണ് എത്തിയത്. ഇത് തിരുവനന്തപുരത്ത് നമ്മൾ പേട്ടയിൽ ചെയ്യുന്ന സൈറ്റാണ്. ചുമരിൻ്റെ വർക്കൊക്കെ ഒരു വീഡിയോ 2 വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വെയിലുണ്ടാവുകൊണ്ടേ ആ ചുമരിങ്ങനെ കാണുമ്പോൾ ഫുള്ള് പ്ലാസ്റ്ററിങ് അടക്കം കഴിഞ്ഞ് കിടക്കണ പോലെ ഒരു തോന്നലുണ്ടാവും. പക്ഷേ നമ്മളെ ചുമരിൻ്റെ ഫിനിഷിങ്ങാണ് ആ കാണുന്നത് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചുമര് വണ്ണല്ല എന്നുള്ള പരാതി ഒരിക്കലും ഉണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു വണ്ണത്തിൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയ വീടൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതൊരു വീടാണ്. 7 ഇഞ്ച് തിക്നെസ്സിൽ ചെയ്ത ചുമരും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളത്തെ പാർട്ടീഷൻസൊക്കെ 5 ഇഞ്ച് തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ വീട് തിരുവനന്തപുരത്ത് ഇതിന് മുന്നേ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ആൾ പറഞ്ഞത് നമ്മളെ ക്ലയൻറ്റിൻ്റെ അച്ഛനാണ്. അത് ആൾ പറഞ്ഞത് ഈ പരിസരത്തെങ്ങാനും ഇങ്ങനത്തെ ഒരു വീടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ചില നാട്ടിൽ നിന്ന് ചോദിക്കണ പോലത്തെ ആ ഊള ചോദ്യം എന്തായാലും തിരുവനന്തപുരത്തുകാർ ചോദിക്കാൻ സാധ്യതയില്ല. കാരണം ചൂട് കൂടില്ലേന്ന്. ഇവർ ഈ കോൺക്രീറ്റ് ചുമരല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ചൂടുകട്ട, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രിക്സാണ്. ബ്രിക്സിന് സെയിം സാധനം തന്നെയാണ്. ബ്രിക്സ് ചെയ്യുമ്പോഴും ചില ആൾക്കാർ പറയും അതിൻ്റെ ഉള്ളിൽ കമ്പി വന്നാൽ ചൂട് കൂടുമെന്ന്. അതെങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ബ്രിക്സ് കൊണ്ട് പണിയെടുക്കുന്ന സമയത്ത് ചൂട് കമ്മിയും കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ കമ്പിയിട്ട് വാർക്കുന്ന സമയത്ത് ചൂട് കൂടുമെന്നാണ് ഇവർ പറയണത്. പിന്നെ അതിലൊരു കോമഡി എന്താ വെച്ചാൽ ഈ പറയണ ഒരു മനുഷ്യൻ പോലും കോൺക്രീറ്റ് വീട്ടിൽ ഇതുവരെ താമസിക്കാത്ത വ്യക്തികളാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടുകളും ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ ഫിനിഷായിട്ട് ഒരുപാട് ആൾക്കാരും താമസിക്കുന്നുണ്ട്. താമസിക്കുന്ന ഒരു വ്യക്തി പോലും ഇത്ര ദിവസമായിട്ട് ഞങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആ വീടുകൾ കാണാൻ ഞങ്ങൾ പറഞ്ഞയക്കുന്ന ആൾക്കാരോടോ പറഞ്ഞിട്ടില്ല ഈ വീട്ടിൽ ചൂടാണെന്ന്. സാധാരണത്തെ വീടിനേക്കാളും ചൂട് കമ്മിയാണെന്നാണ് പറയില്ല. ആ ചൂട് കമ്മിയാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ഉള്ളിൽ ജിപ്സം പുട്ടിയാണ് സജസ്റ്റ് ചെയ്യാറ്. ജിപ്സം പുട്ടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായി കഴിഞ്ഞാലും വീടിൻ്റെ ഉള്ളിൽ കൂളിംഗ് തന്നെ ഉണ്ടാവുക. അത് കാരണം കൊണ്ടാണ് അവരങ്ങനെ പറയണത്. പിന്നെ ഇതൊരു പോർച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് ചെയ്ത അതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു പ്ലസ് ബീമാണ് കേട്ടോ വരുന്നത്. കാരണം അതിൻ്റെ മുകളിലാണ് 2 ബെഡ്റൂം അപ്സ്റ്റെയറിൽ വരാൻ പോണത്. ഇത്രയും തിരക്ക് പിടിച്ചിട്ട് ഈ രാവിലെ തന്നെ നേരെ തിരുവനന്തപുരം നേരിട്ട് പിടിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈറ്റുകളിലും സ്റ്റെയർ കേസ് ഒരു ബാധ്യതയായിട്ട് മാറാറുണ്ട്. ബാധ്യത എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലാന് വരയ്ക്കുമ്പോൾ അതിലുണ്ടാവുന്ന സ്റ്റെയർ കേസ് ഒരിക്കലും സൈറ്റിൽ, അതായത് ഒരുവിധ സൈറ്റിലൊന്നും അതൊരു പ്രാക്ടിക്കലാക്കി മാറ്റിയെടുക്കാൻ പറ്റാറില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ക്ലയൻസിന് ചില സ്റ്റെയർ കേസിൻ്റെ പൊസിഷനും ഏരിയയൊക്കെ മാറ്റേണ്ടി വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തത് പിന്നെ നമ്മൾ പോയിട്ട് വികാസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ തിരുവനന്തപുരം ട്രിപ്പ് കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വാർത്ത പോരുന്നവരെ നമുക്കത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റെയറിൻ്റെ ഈ പ്രശ്നം വരുന്നത് തന്നെ അത് സ്കെയിലിൽ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് അത് നോക്കി മെഷർമെൻറ്റ് നോക്കി ചെയ്യാത്ത ഒരൊറ്റ കാരണം കൊണ്ടാട്ടോ. കാരണം നമ്മൾക്ക് ഉണ്ടാവണ ഏരിയയിൽ അത്ര പോസിബിളാണോ ഇല്ലേ അതൊന്നും നോക്കാണ്ട് ചിലപ്പോൾ ഒക്കെ ചെറിയ ചെറിയ വീടുകളാകുമ്പോൾ അധികം കോപ്പി പേസ്റ്റാണ് ചെയ്യാറുണ്ടാവുക. സ്കെയിലൊക്കെ വരയ്ക്കുമ്പോൾ ഡ്രോയിങ്ങിന് അതിനനുസരിച്ചുള്ള റേറ്റ് വേണ്ടി വരും. പിന്നെ എല്ലാവർക്കും റേറ്റ് കമ്മിയാവുകയാണല്ലോ വേണ്ടത്. ഒരു എഞ്ചിനീയർ ഇപ്പോൾ ഒരു പ്ലാന് വരയ്ക്കുക 2 റുപ്യ 3 റുപ്യൊക്കെ സ്ക്വയർ ഫീറ്റിന് പറയുന്ന സമയത്ത് ആൾക്കാർ വേറൊരാൾ കുറച്ച് കൂടുതൽ പൈസ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഇയാളടുത്ത് ഭയങ്കര പൈസയാണ് അറിയും. അപ്പോൾ അതിനുള്ള പണിയെടുക്കാൻ അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അയാൾ കൂടുതൽ പൈസ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പൈസ കൂടുതൽ മേടിച്ച് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ച് ഇപ്പോൾ 15 സെൻറ്റിമീറ്ററാണ് സ്റ്റെപ്പിൻ്റെ റേസർ വെച്ച് ആ റേസർ 25 സെൻറ്റിമീറ്റർ ലെങ്ത്ത് അങ്ങനെയൊക്കെ നോക്കി വരച്ച് ഉണ്ടാക്കണ അത് ആ പ്ലാനിനനുസരിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പൈസ കുറയണതാണല്ലോ. അപ്പോൾ അങ്ങനെ എഞ്ചിനീയർമാരെയും കൊണ്ട് പൈസ കുറപ്പിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ സൈറ്റിലിരുന്നിട്ട് 2 3 പ്രാവശ്യം ക്ലയൻറ്റിനോട് സംസാരിക്കണം. അത് പിന്നെ നമ്മളെ വർക്കേഴ്സിന് പറഞ്ഞ് ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുത്താലേ ഉള്ളൂ കറക്റ്റ് ഒരു സ്റ്റെപ്പ് കിട്ടുക. അങ്ങനെ തിരുവനന്തപുരത്ത് നേരെ തിരിച്ചു പോരുമ്പോൾ നമ്മളെ കൊല്ലത്തുള്ള സൈറ്റാണ്. 2 സൈറ്റാണ് കൊല്ലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ 3 ജില്ലത്തെ എല്ലാ ഒരുവിധം ബേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഈ 3 സൈറ്റല്ല വേറെയും ഒരുപാട് സൈറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കമൻറ്റ് കണ്ടു,
എന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടി കാണിച്ചിടുകയാണെന്നോ. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഇതന്നെ കോട്ടയത്ത് നിന്ന് നേരെ കൊല്ലം ടച്ച് ചെയ്യാണ്ട് നേരെ തിരുവനന്തപുരം പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കൊല്ലത്തെ സൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഈ ഒരു ബേസ്മെൻറ്റ് ക്ലൈൻ്റാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കമ്മിയാവാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കരിങ്കല്ലിൽ കെട്ടുകയാണ്. അപ്പോൾ കരിങ്കല്ലിൽ കെട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആൾക്ക് പൈസ കമ്മിയാവാൻ വേണ്ടിയിട്ടാണ് കരിങ്കല്ലിൽ കെട്ടാൻ പറഞ്ഞത്. പക്ഷേ ആളാണെങ്കിലോ നല്ല ഹെവി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2 അടിയാണ് ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 1 അടി 40 സെൻറ്റിമീറ്റർ വീതിയിൽ ആൾ കരിങ്കല്ലിൽ കെട്ടി മുകളിൽ ഭൂമിയുടെ അടിയിലേക്ക് വേറെ ഇട്ടണം കേട്ടോ. അത് ഞാൻ കണ്ടിട്ടില്ല എത്രയാണെന്നുള്ളത്. അത്യാവശ്യം നല്ല താത്തിനെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ 1 അടിയാണ് ഇതിന് ബീം. അതായത് സാധാരണ നമ്മൾ ബെൽറ്റ് വാർക്കാന്ന് പറയും. നമ്മളെ ഈ ഭാഗത്തൊക്കെ ബെൽറ്റിന് ആകെ 20 സെൻറ്റിമീറ്റർ ഹൈറ്റും 40 വെക്കണവരുണ്ട്, 20 വെക്കണവരുണ്ട്. ഇതിപ്പോൾ 40 സെൻറ്റിമീറ്റർ വീതിയും വെച്ചിരിക്കണു, 30 സെൻറ്റിമീറ്റർ ഹൈറ്റും വെച്ചിട്ടുണ്ട്. അതായത് കോൺക്രീറ്റിലൊരു ബേസ്മെൻറ്റ് ചെയ്യണ ആ ഒരു എക്സ്പെൻസ് എന്തായി കഴിഞ്ഞാൽ ഈ ഒരു ബേസ്മെൻറ്റിനും വരും. പക്ഷേ എന്നാലും ക്ലയൻറ്റിൻ്റെ ഒരു സന്തോഷം, കാരണം അവർ സ്വന്തമായിട്ട് ഉള്ള, അതായത് പറയാൻ പറ്റില്ല കൊല്ലത്തെ എല്ലാ സൈറ്റും ഇങ്ങനെയാണോ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെയാണോ ചെയ്യുമെന്ന് അറിയില്ല. നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് സൈറ്റ് വന്ന് കണ്ടതിന് ശേഷമുള്ള ബേസ്മെൻറ്റിൻ്റെ പൈസ പറയാമെന്ന്. അതും കൂടാണ്ട് ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് ആൾക്കാർ പണിയെടുക്കുന്നത്. വീടൊക്കെ എല്ലായിടത്തും ഒരേപോലെയാണ് പണിയെന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൽ പല സ്ഥലത്തും പല രീതിയിലാട്ടോ. അതിപ്പോൾ ഞാൻ തന്നെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാനും എറണാകുളത്ത് ഒരു ബേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ആ ബേസ്മെൻറ്റ് ചെയ്യണത്. 2-3 ഷോട്ട്സൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഇപ്പോഴത്തെ സ്റ്റേജ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. നമ്മൾ ഈ സൈറ്റിലെ ഫ്രണ്ടിൽ, അതായത് അവിടെ ഒരു പഴയ തറവാടുണ്ടായിരുന്നു കേട്ടോ. ആ തറവാടിൻ്റെ നായക്കൂടൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അമ്മ പറയണത് ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തറവാട് പൊളിക്കാൻ സമ്മതിച്ചില്ല. കാരണം തറവാട്ടിൽ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് നമുക്ക് താമസിക്കാം. അതും കൂടാണ്ട് തന്നെ ബാക്കിൽ അത്രയും വലിയൊരു വീട് പണിയണത് മെയിൻ റോഡിൽ നിന്നോട്ട് കാണൂല. ഇത് അവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് കൊല്ലത്ത് ഉള്ള അടുത്തൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇവിടെ ഒരു പഴയ തറവാട് വീടുണ്ടായിരുന്നു. ആ തറവാട് വീടെല്ലാം പൊളിച്ച് കളഞ്ഞു. ഇപ്പോൾ ഈ കിടക്കുന്ന പ്ലോട്ട് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതും ക്ലൈൻ്റാണ് ബേസ്മെൻറ്റ് ഇടുന്നത്. ഇതൊക്കെ ഞങ്ങളോട് ബേസ്മെൻറ്റ് ഇടാൻ പറഞ്ഞ കേട്ടോ. നമുക്ക് ഈ ഇലക്ഷൻ്റെ ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഞങ്ങൾ ബേസ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വർക്കും പാടെ കൂടിയിട്ട് ഓവർലോഡ് ആയതുകൊണ്ട് ബേസ്മെൻറ്റൊക്കെ നമ്മൾ അതാത് നാട്ടിൽ അവരെയും കൊണ്ട് ഇടിയിപ്പിക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറയുകൊണ്ട് മാത്രം ഇവരൊക്കെ ഒഴിഞ്ഞു മാറിയതാണ്. അങ്ങനെ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞ് നേരെ നമ്മൾ എറണാകുളത്തേക്ക് എത്തി. എറണാകുളം മരടിൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ, അതായത് കുളം ഫൂട്ടിംഗ് ആണിത്. അതായത് ഒരു കുളത്തിനടുത്ത കുഴി കംപ്ലീറ്റ് കുളമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അര മീറ്റർ താത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വറ്റാത്ത ഉറവുള്ള വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് എന്താ ചെയ്യുക, ബേസ്മെൻറ്റ് എങ്ങനെ ഇടുക എന്നുള്ളത് ചിന്തിച്ച് നിൽക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണിത്. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാ ക്ലയൻസിനും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും, അയ്യോ ഈ വെള്ളത്തിലൊക്കെ പില്ലേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടിന് ബലം ഉണ്ടാവുമോ, ഇങ്ങനത്തെ സ്ഥലത്ത് പൈലിങ് ചെയ്യാണ്ട് ഇതേപോലത്തെ ബേസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് ഇരിക്കുമോ. അപ്പോൾ അങ്ങനെ ഭയവും ചിന്തയൊക്കെയുള്ള ആൾക്കാരെ ഒരിക്കലും ഇങ്ങനത്തെ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ചെയ്യാണ്ടിട്ട് ഇനി നിങ്ങൾ ചെയ്തിട്ട് ഈ രീതിയിലായില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഫുള്ളി കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഈ കുളത്തുനിന്ന് വരുന്ന അതേ കമ്പികളും സാധനങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ ചുമരും കോൺക്രീറ്റ് ആണ്. അത് കഴിഞ്ഞാൽ മെയിൻ സ്ലാബും കോൺക്രീറ്റ് ആണ്. അതിൻ്റെ 2ാം നിലയും കോൺക്രീറ്റ്. അതായത് നമ്മളെ മെത്തേഡ് വേറെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യണ രീതിയാണ്. സാധാരണ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില ആൾക്കാർ ചെയ്യുന്നുണ്ടാവും വെള്ളത്തിലൊക്കെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഫസ്റ്റ് നിങ്ങൾ കോട്ടയത്തുള്ള വീടായിരുന്നു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ. ആ ബേസ്മെൻറ്റ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് കണ്ട ആ വീടിൻ്റെ ബേസ്മെൻറ്റും നമ്മൾ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ക്ലയൻറ്റ് ചെയ്തതാണ്. ഇത് വീണ്ടും എറണാകുളം മരടിൽ ചെയ്യണത്, അത് ഞങ്ങൾ ചെയ്യണതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഓരോ ജില്ലയിലും ഓരോ രീതിയിൽ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഭൂമിയുടെ കടപ്പും ഇപ്പോൾ ഈ ഒരു രീതി ആയിരുന്നില്ലല്ലോ. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ട കൊല്ലത്തുള്ള ബേസ്മെൻറ്റ് ചെയ്യണത്. അവിടെ വെള്ളമില്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ കുഴിക്കുന്ന സമയത്ത് അവിടെ മണലും അല്ല. ഇത്രയും നമ്മളൊരു വീഡിയോ തന്നെ ഈ 3 ബേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിശദീകരിച്ച് തന്നാൽ തന്നെ ഫോൺ വിളിക്കുന്ന ഒരാൾ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ബേസ്മെൻറ്റിൻ്റെ പൈസ കൂട്ടണില്ല, ഇതിൽ ഇൻക്ലൂഡ് ആക്കണില്ല എന്നുള്ളത്. അത് അവർക്ക് ബുദ്ധിയില്ലാണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല. കാരണം ഇതൊക്കെയാണ്. കാരണം പല സ്ഥലത്തും പല മാതിരി ആയിരിക്കും പ്ലോട്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് ബേസ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ബേസ്മെൻറ്റും കുഴി എടുക്കണ മുന്നേ വരെ നമുക്ക് വേറൊരു പ്ലാനായിരുന്നു. കുഴി എടുക്കുമ്പോഴാണ് നമ്മൾ പ്ലാനുകളെല്ലാം മാറ്റി മറിക്കണത്.